Vinod Krishna, Post Director, Karthik Nagabhupati, Associate Professor, Extended Year. இந்த ஸ்டடீஸ் பற்றி சொல்லுங்கள். தமிழ் கொஞ்சம் മലയാളം സംസാരിക്കും. നമ്മൾ 5 BBA കോഴ്സുകളും 2 ഡിപ്ലോമ കോഴ്സും 2 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 5 BBA കോഴ്സുകൾ എന്ന് പറയുന്നത് മീഡിയയിലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇമേഴ്സീവ് റിയാലിറ്റി ഉണ്ട്, AI മീഡിയ ആർട്സ് ആൻഡ് പ്രാക്ടീസ് ഉണ്ട്, വിർച്വൽ പ്രൊഡക്ഷൻ ഉണ്ട്, സിനിമാറ്റിക് വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, ആനിമേഷൻ, ഫിലിം മേക്കിംഗ്. ഇത്രയും ആണ് നമ്മുടെ 5 BBA കോഴ്സ്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളിൽ സ്ക്രീൻ ആക്ടിങ്ങിലുണ്ട്, സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലുണ്ട്, 2 വീക്കെൻഡ് സ്ക്രീൻ ആക്ടിങ്ങും വീക്കെൻഡ് തന്നെ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങാണ്. അങ്ങനെ മൊത്തം 9 കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. ഇത് UGCയുടെ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരമുള്ള സ്കിൽ യൂണിവേഴ്സിറ്റികൾ രജിസ്ട്രേഷൻ, അങ്ങനെ ഒരു സ്കിൽ യൂണിവേഴ്സിറ്റിയുള്ള മേധാവി സ്കിൽ യൂണിവേഴ്സിറ്റിയായിട്ടുള്ള അപ്ലിക്കേഷനിലാണ് നമ്മൾ BBA പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ AI ടെക്നോളജി എന്നുള്ള AI നമ്മുടെ ഒരു കോഴ്സായിട്ട് തന്നെ, അത് നമ്മുടെ അറിവ് വെച്ചിട്ട് ഒരു പക്ഷേ മീഡിയയിൽ AIയുടെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്ന ആദ്യത്തെ കോഴ്സായിരിക്കും ഒരു വേൾഡ് ലെവലിൽ തന്നെ 4 വർഷം ഇത്. അതായത് AIയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത്തോളം ഒരു ഇത് വളരെ ഒരു ന്യൂക്ലിയർ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഡേഞ്ചറസുമാണ്, ആർക്ക് വേണമെങ്കിലും അത് മിസ്യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കി എടുക്കണം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെ ലെവൽ വരെ നമുക്ക് അത് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഞാൻ ഒരു ന്യൂക്ലിയർ ഇതിനെ കുറിച്ച് പറഞ്ഞത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ്. എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാക്കാവുന്നതൊക്കെയുള്ള വലിയ അപകടമാണ്. സോ ഇറ്റ് ഷുഡ് ബി ട്രെയിൻ, അങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം. അത് നമ്മുടെ അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് വളരെ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഇന്ന് കാണിച്ച വിഷ്വലിനകത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. AIയുടെ പോസിബിലിറ്റീസൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ബട്ട് AI വളരെ പെട്ടെന്ന് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് വളരെ സ്പീഡ് വെക്കുകയാണെങ്കിൽ, പക്ഷേ പലപ്പോഴും ഓട്ടോമേറ്റബിൾ ആയിട്ടുള്ള ജോലികളാണ് AI ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നത്. പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ജോലികളിൽ AI അത്ര അധികം അത് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടൂൾ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യായിരിക്കും ചെയ്യുന്നതാണ് ഈ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേടിക്കേണ്ട തൊഴിലവസരം ഓട്ടോമേറ്റബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾ മാറും. പുതിയ ജോലികൾ ഉണ്ടായിരുന്നു. We have just launched. Then 20 സീറ്റ് വെച്ച് ഓരോ കോഴ്സിനും നമ്മൾ 20 സീറ്റ് അത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രയത്നം എല്ലായിടത്തും എത്തിച്ചിട്ട് നല്ല മെറിറ്റോറിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കാൻ പറ്റുന്നത്. പിന്നെ മാത്രമല്ല AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. AI ഇൻടു എല്ലാ ഇൻഡസ്ട്രിയിലും, അഗ്രികൾച്ചറിൽ തൊട്ട് എഡ്യൂക്കേഷനിൽ തൊട്ട് ഈ ഹോട്ടൽ ബിസിനസ്, ഹോട്ടൽ ബിസിനസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഈ പറയുന്ന ഈ ഇതിൻ്റെ എല്ലാത്തിലേക്കും AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. അത് എല്ലാം AI ഈസ് ഗോയിങ് ടു ക്യാപ്ചർ ഓൾ ദിസ് തിങ്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ്. ഇവിടെ നമ്മൾ BBA മെർജ് ചെയ്തിട്ട് AIയുടെ സാധ്യതകളെ കൂടി ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് നമ്മൾ അറിവ് വെച്ചിട്ട് വേറെ ആരും ഇത് ലോകത്തിലാദ്യമായിട്ട് ആ സാധ്യതകൾ കൂടി അതിൻ്റെ ടൂൾസ് കൂടി അതിൻ്റെ ഇത് കൂടി ഈ സിനിമ ക്രിയേഷനിലും പ്രൊഡക്ഷനിലും ഉൾപ്പെടുത്താനാണ്, ഉപയോഗിക്കാനാണ് തോന്നുന്നത്. ആദ്യമായിട്ട് അത് അദ്ദേഹം AIയുടെ ഒരു എക്സ്പെർട്ടാണ് ഇപ്പോൾ ഗുരുദത്ത് എന്ന് പറഞ്ഞത്. അദ്ദേഹം അത് മെർജ് ചെയ്തെടുത്ത് ഇവരുടെ സഹായത്തോടു കൂടി, ഇവർ ഈ സിനിമയിലെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെ സഹായത്തോടു കൂടി മെർജ് ചെയ്തിട്ട് നമ്മൾ തന്നെ സിലബസ് ഉണ്ടാക്കിയിട്ട്
സിലബസ് ഈസ് യുണീക്ക്. ഈ പ്രോഗ്രാമത്തിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആണ്. അതായത് ഇൻഡസ്ട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് റെഡിയാവും. ജോബ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇനീഷ്യലി ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇവർക്ക് തന്നെ കൈപിടിച്ച് ഉയർത്താൻ പറ്റും. അവർക്ക് അവിടെ ജോലി കൊടുക്കാൻ പറ്റും. ജോലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ തന്നെ ഇവരെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻഡസ്ട്രി AI കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി മേഖലയിലേക്കും വേണമെങ്കിൽ തിരിഞ്ഞു പോകാനും പറ്റും. പക്ഷേ സിനിമ ഇവിടെ വിട്ടുപോകാനല്ല പറഞ്ഞത്. ആ AI ടൂൾസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മേഖല അഗ്രികൾച്ചർ, ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ, സയൻസ്, റിസർച്ച്, വാട്ട് നോ, എന്ത് നിങ്ങൾ പറഞ്ഞാലും അതിലേക്ക് AI കടന്നു. കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് AI കടന്നു വരാത്ത മേഖലകളില്ല. അതായത് ഒപ്റ്റിമമായിട്ട് നമുക്ക് ഇങ്ങനെ ബിസിനസ് നടത്താം. ഏത് മേഖലയിലാണ് അതിന് ഗുണം കിട്ടുക, എത്ര ഹോട്ടൽ ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഈ സ്വിഗ്ഗി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഹോട്ടൽ തുടങ്ങുമ്പോൾ തന്നെ അത് അതിനെ ഉപയോഗിച്ച് തുടങ്ങി. അതിൻ്റെ ഇതൊക്കെ തുടങ്ങി. ഒരു സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ പൈത്തൺ എന്നൊക്കെ പറഞ്ഞിട്ട്, ഗൂഗിൾ കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ട്